ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിന്റെ 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ സാന് മരിച്ചുപോയിന്ന് അവൻ വിശ്വസിച്ചിരുന്ന അവന്റെ പഴയ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ടേമോനെ കണ്ടതും ഒന്നും മനസ്സിലാവാതെ അവൻ അങ്ങനെ നിന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇതിന് വരുന്നെങ്കിലും അതിന്റെ എൻഡിൽ നമുക്ക് എല്ലാം കൂടി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ജെ എന്ന ഒരു കുട്ടി കാലിൽ ഒരുപാട് ചോരപ്പാടുകളൊക്കെ ആയിട്ട് ഒരു സ്ട്രീറ്റിൽ കൂടെ കരഞ്ഞു തളർന്നു വന്ന് വഴിയിൽ ബോധം കെട്ട് വീഴുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹ്യങ് ഇവരെ കേസുകളിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ള ഡോക്ടർ ഹൊങ്ങുമായിട്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോക്ടർ ഹങ്ങിന് ഒരു കോള് വന്നിട്ട് അവൻ വേഗം തന്നെ ഹ്യങ്ങിനെയും കൂട്ടിയിട്ട് നേരെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴാണ് ആദ്യത്തെ സീനിൽ നമ്മൾ കണ്ട ജെ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഈ ഡോക്ടർ ഹങ്ങിന്റെ അനീതിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിനക്ക് എന്ത് പറ്റിയെന്ന് ഹങ് ഇപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ തനിക്ക് എന്താ ശരിക്കും സംഭവിച്ചെന്ന് ഇപ്പോൾ അതെനിക്ക് ഓർമ്മയില്ലെന്നും പക്ഷെ എന്തൊക്കെയോ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ തനിക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ടെന്നും കുറച്ച് നാളുകളായിട്ട് തനിയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും അവളിപ്പോൾ അവളുടെ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയത്ത് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കാന്ന് ഡോക്ടർ പറയുമ്പോൾ വീട്ടിൽ അമ്മയുണ്ടെന്നും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്നും അവൾ പറയുമ്പോൾ ഡോക്ടർ ഹങ് തന്നെ അവൻ്റെ ഒപ്പം അവൾ നിർത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ വീട്ടിലാകട്ടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ ടൂളുകളൊക്കെ ഉള്ളതുകൊണ്ടും ജയ്ക്കാകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധമൊക്കെ പോയി അവൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ അവളെ നിർത്തുന്നത് അത്ര സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഹ്യങ് തന്നെ അവളെ അവരുടെ വീട്ടിൽ നിർത്താമെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് ഈ ഒരു ഡോക്ടർ ജയും കൂട്ടിയിട്ട് സാനും ഹ്യങ്ങും വൂളും ഒക്കെ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് ഡോക്ടർ ഹങ് അവളുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് അവരുടെ രണ്ടുപേരുടെ അമ്മ ഇപ്പൊ വേറൊരാളെ കല്യാണം കഴിക്കാനായിട്ട് പോകുമെന്ന് അവള് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ രൂപവും ഭാവമൊക്കെ മാറിയിട്ട് വളരെയധികം പേടിച്ച് ഞാൻ അച്ഛന്റെ സ്വരം കേൾക്കുന്നുണ്ടെന്ന് അച്ഛൻ എന്നോട് എന്തോ പറയുന്നുണ്ടെന്നും അവളിപ്പോ അവളുടെ ചേട്ടനായിട്ടുള്ള ഡോക്ടർ ഹൊങ്ങിന്റെ അടുത്ത് പറഞ്ഞ് ആകെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് അറിയാണ്ട് അവർ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അവരുടെ അമ്മ കയറി വരുന്നുണ്ട്. എന്നിട്ട് ജയുടെ മുഖത്ത് നോക്കിയിട്ട് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനും അവളുടെ മേത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നും അതിനെ എക്സോർസിസം വഴി കളയണം എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ഡോക്ടർ ഹങ് ആ ഒരു അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മ എന്താണ് പറയണത്, അവൾക്ക് ഇപ്പൊ വേണ്ടത് ഒരു മെഡിക്കൽ ഹെൽപ്പാണ്, അല്ലാതെ ഈ മാതിരി അന്ധവിശ്വാസങ്ങളൊന്നല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ഇപ്പൊ ഡോക്ടർ ഹങ്ങിന് നേരെ തിരിഞ്ഞിട്ട് നീ നിന്റെ അച്ഛനെ കൊന്ന പോലെ ഇവളെയും കൊല്ലാനായിട്ട് ഞാൻ ഇവളെ നിന്റെ കയ്യിലേക്ക് വിട്ടു തരണോന്ന് ആ ഒരു അമ്മ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്കില് അവരുടെ അച്ഛന് ഫൈനൽ സ്റ്റേജ് ക്യാൻസർ ആയിരുന്ന സമയത്ത് വയ്യാണ്ടായപ്പോ ഒരു എമർജൻസി സർജറി നടത്തണമെന്ന് ഒരു ഡോക്ടറും കൂടിയിട്ടായിട്ടുള്ള ഹങ് പറയുമ്പോൾ അതിനൊന്നും സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ മേത്ത് ബാധ കൂടിയതാണെന്നും അത് ഒഴിപ്പിക്കാനായിട്ട് എത്രയും വേഗം തന്നെ എക്സോർസിസം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവാദീനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അവന്റെ അമ്മ. കുറെ പ്രാവശ്യം അങ്ങനെ അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡോക്ടറായിട്ടുള്ള ഹങ് ഇതൊന്നും തന്നെ സമ്മതിക്കാതെ തന്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് നോക്കിയെങ്കിലും ഏറ്റവും അവസാനം ആ ഒരു അച്ഛൻ മരിച്ചു പോവാണ് ഉണ്ടായത്. പക്ഷെ എന്നിട്ട് പോലും അവന്റെ അമ്മയാകട്ടെ അച്ഛന്റെ മരണത്തിന് അവനെ കുറ്റപ്പെടുത്തി അവൻ കാരണമാണ് അച്ഛൻ മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഫുള്ള് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ കേട്ട് പ്രസന്റിൽ വളരെ വിഷമിച്ചിരിക്കുകയാണ് ഡോക്ടർ ഹങ്. ഇതേ സമയത്ത് ആ ഒരു അമ്മയുടെ ഒപ്പം വന്നിട്ടുള്ള സിയോൾ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി ഇപ്പോൾ അവരുടെ എല്ലാവരും കൂടിയിട്ട് ജയുടെ മേത്ത് അവരുടെ അച്ഛന്റെ ആത്മാവ് കയറിയിട്ടുണ്ടെന്നും അതിനെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചില്ലെങ്കിൽ അത് പിന്നീട് വലിയൊരു ഡേഞ്ചർ ആയിട്ടൊക്കെ വരുമെന്ന് പറയുമ്പോൾ ബോധം വന്ന ജയ് ആകട്ടെ ഇപ്പോൾ അച്ഛന്റെ പോലെ ആക്ട് ചെയ്തിട്ട് സിയോളിന് നേരെ തിരിഞ്ഞ് നീ എന്നെ കൊന്നതുപോലെ എന്റെ മകളെയും കൊല്ലാനായിട്ട് നീ ഇപ്പൊ ട്രൈ ചെയ്യാണോന്ന് സിയോളിനെ നോക്കി ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജയിനെ കാണാണെങ്കിൽ ശരിക്കും അവളുടെ മേത്ത് ആത്മാവ് കയറിയ പോലെ രൂപവും ഭാവമൊക്കെ മാറി ശരിക്കും ഒരു പ്രേതത്തിനെ പോലെയാണ് അവളിപ്പോ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഡോക്ടർ ഹങ് ഇപ്പോൾ ബാക്കിയുള്ളവരോട് അന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്നൊരു പക്ഷെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ആ ഒരു സർജറി ചെയ്യാതിരുന്നെങ്കിൽ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തനിക്കറിയില്ലെന്നും അന്നെടുത്ത ആ ഒരു ഡെസിഷൻ താനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നും പറയുമ്പോൾ ബാക്കിയുള്ളവർ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കൂടാതെ ശരിക്കും അവളുടെ അനീതിയുടെ മേത്ത് ഒരു ആത്മാവ് ഉണ്ടോന്ന് തനിക്ക് അറിയില്ലെന്നും അങ്ങനെ ശരിക്കും അവൾ ഒരു ഈവിൽ സ്പിരിറ്റിനാൽ പൊസസ്ഡ് ആയോ എന്ന് അറിയാനായിട്ടുള്ള എന്തെങ്കിലും വഴി നിങ്ങൾക്ക് നോക്കാമോ എന്നും ഡോക്ടർ ഹങ് ഇപ്പോൾ സാനിന്റെ അടുത്തൊക്കെ റിക്വസ്റ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ വീണ്ടും വീണ്ടും ജയ വളരെ വയലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ഹങ്ങിനെ രക്ഷിക്കാനായിട്ട് ഹ്യങ് ഇപ്പൊ മന്ത്രവാദിയായിട്ടുള്ള അവന്റെ പഴയൊരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ അവൻ വന്ന് വലിയ കാര്യത്തില് അവളുടെ അടുത്ത് ഈ ഒരു ബോഡിയിലുള്ള ആത്മാവ് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവളാകട്ടെ അവന്റെ ചെവിയിലൊക്കെ കടിച്ച് അവനെ ഇൻജോർഡ് ആക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ജയ് അവളുടെ ചേട്ടനായിട്ടുള്ള ഡോക്ടർ ഹങ്ങിനെ നേരെ തിരിഞ്ഞിട്ട് അവന്റെ
അവന്റെ അച്ഛൻ പറയുന്ന പോലെ എന്റെ മരണത്തിന് നീ ഒരിക്കലും ഒരു കാരണക്കാരനല്ലെന്നും, പക്ഷെ അന്ന് നടന്ന ആ ഒരു ഇൻസിഡന്റ് കാരണം നീ നിന്റെ ഡ്രീം തന്നെ വേണ്ടെന്ന് വെച്ചത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൾ ബോധം കെട്ടി വീഴാണ്. ഇതേ സമയത്ത് തന്നെ സിയോളും അവളുടെ അമ്മയും കൂടിയിട്ട് അവരുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ട് എക്സോർസിസം നടത്താനായിട്ടുള്ള കുറെ റിച്വൽസ് ഒക്കെ ചൊല്ലി റൂമിൽ കുറെ മന്ത്രങ്ങളൊക്കെ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. മാത്രല്ല ഇടയ്ക്കിടയ്ക്ക് സിയോള് ഒരു പൊതിന്ന് കുറെ റൈസ് ഒക്കെ എടുത്ത് തിന്നുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഡോക്ടർ ഹങ് ആകട്ടെ ഇപ്പോഴും എക്സോർസിസം നടത്തണ്ടെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും എന്റെ അനീതിയെ പ്രൊട്ടക്ട് ചെയ്തോളാന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് അവളോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അവന്റെ അമ്മയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കേട്ട് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി തന്റെ കഴുത്തിൽ വെച്ച് ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ ഒരു അമ്മയാകട്ടെ അവനെ ആ ഒരു എക്സോർസിസത്തിന് വേണ്ടിയിട്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിയോളും അവളുടെ അമ്മയും കൂടിയിട്ട് നേരെ തന്നെ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾക്ക് വീണ്ടും ആ ഒരു പ്രേതബാധ കൂടിയ പോലെ ആക്ട് ചെയ്ത് സിയോളിന്റെ അടുത്ത് ഡൈ ഡൈ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് സാനും വൂളും യങ്ങും കൂടിയിട്ട് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സിയോള് വന്ന കാറിന്റെ ഒരു ടയറിലായിട്ട് ചോരപ്പാടുകൾ കാണുന്നുണ്ട്. അങ്ങനെ അവന്റെ വാമ്പയർ പവേഴ്സ് ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് അവന്റെ വിഷൻസിൽ ഒരു സ്കൂൾ കുട്ടീനെ ഈ ഒരു കാർ ഇടിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ഈ സമയത്ത് തന്നെ യങ്ങിന്റെ പഴയ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് അവര് വിളിച്ച ഒരു മന്ത്രവാദി ശരിക്കും ഒരു ഫ്രോഡാണെന്നും അവർക്ക് മനസ്സിലായിട്ട് ഈ സിയോൾ എന്ന് പറയുന്ന മന്ത്രവാദിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവന്റെ ക്ലയന്റ് ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ കണ്ട ഒരു ക്ലയന്റിനെ കാണാനായിട്ട് അവരിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു അമ്മേനെയും മകനെയും അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു അമ്മയോട് സിയോളിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാമെന്ന് സാൻ ചോദിക്കുന്ന സമയത്ത് തന്റെ മകന് ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ആയിരുന്ന സമയത്ത് ഒരു സിയോൾ എന്ന് പറയുന്ന മന്ത്രവാദി വന്ന് അവനെ കണ്ട് അവന്റെ മേത്ത് ഒരു ബാധ കൂടി അവൻ പൊസസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവൻ എക്സോർസിസം നടത്തണമെന്നും അല്ലെങ്കിൽ വലിയൊരു ഡേഞ്ചർ ഈ അടുത്ത് തന്നെ അവന് സംഭവിക്കുമെന്ന് പറയുമ്പോൾ വയ്യാതെ കിടക്കുന്ന ആ ഒരു കുട്ടിയാകട്ടെ അതിനൊന്നും സമ്മതിക്കാതെ എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം അവനെ വന്ന് ഒരു വണ്ടി ഇടിച്ച് ആക്സിഡന്റിലാക്കുന്നത്. ഇതേ സമയത്ത് തന്നെ സാനിന് ഈ ഒരു കാര്യം അവന്റെ വിഷൻസിൽ വരുന്നുണ്ട്. അതിലൂടെ തന്നെ ആ ഒരു കുട്ടിക്കുണ്ടായ ആക്സിഡന്റ് ഒരു കോയിൻസിഡൻസ് ഒന്നും അല്ലെന്നും താൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നടക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സിയോള് തന്നെ അവന്റെ വണ്ടി ഉപയോഗിച്ച് ആ കുട്ടിയെ ഇടിച്ച് ആക്സിഡന്റിൽ ആക്കിയതാണെന്ന് സാനിന് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. ഈ സമയത്ത് ഹ്യങ് ആകട്ടെ ജയുടെ ഒരു ഫ്രണ്ടിനെ പോയിട്ട് കണ്ടിട്ട് ഈ അടുത്ത് എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ജയുടെ ക്യാരക്ടറിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് മരിച്ചു പോയിട്ടുള്ള തന്റെ അച്ഛന്റെ വോയിസ് കേൾക്കുന്നതായിട്ടും സിയോൾ എന്ന് പറഞ്ഞത് ഒരു ദുഷ്ടനാണെന്നും അവൻ എല്ലാരെയും ചീറ്റ് ചെയ്യുമെന്നും പാവം അവരുടെ അമ്മ അവനിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടെന്നൊക്കെ ജെയ് പറഞ്ഞതായിട്ട് ഇപ്പൊ അവളുടെ ഫ്രണ്ട് ഹ്യങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതേസമയം സാനാകട്ടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവൻ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ട് അവൻ അയാളെ ഫോളോ ചെയ്ത് അവനെ പിടികൂടുമ്പോൾ അതൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് അയാള് പറയുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മളെ വീട്ടില് കാണിക്കുമ്പോൾ ഇപ്പൊ ജയാൻ വീണ്ടും കണ്ണ് തുറന്നിട്ട് അവളുടെ ചേട്ടനെ നോക്കി ചേട്ടനല്ല നമ്മുടെ അച്ഛനെ കൊന്നതെന്നും അതിന്റെ പേരിൽ വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് പിന്നീട് സിയോളിന് നേരെ നോക്കിയിട്ട് അവരുടെ അച്ഛനെ പോലെ നീയാണ് എന്നെ കൊന്നതെന്നും പറഞ്ഞിട്ട് ഉറക്കെ പൊട്ടി പ്രേതബാധ കൂടിയ പോലെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സിയോള് അല്പനേരത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ച് അവന്റെ കാറിലേക്ക് വന്നിട്ട് ഒരു പൊതി റൈസ് എടുത്തതിന് ശേഷം അതിലേക്ക് എന്തോ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് നിന്റെ അച്ഛന് ചെയ്ത പോലെ ഇപ്പൊ നിനക്കും തരാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് സാനും ഹ്യങ്ങും വൂളും കൂടിയിട്ട് നേരത്തെ അവർ കണ്ട ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കാണാൻ പോയിട്ട് സിയോളിനെ പറ്റി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവനാകട്ടെ അതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ വൂളിനെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് വൂളാകട്ടെ അവന്റെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ട് അതുകൊണ്ട് അവന്റെ മുഖത്തൊക്കെ ആകെ ഇഞ്ചുറി പറ്റിയിട്ട് ബ്ലഡ് വരുന്നുണ്ട്. ഇതേസമയം സാൻ ആകട്ടെ ബ്ലഡ് കണ്ടതോട് കൂടിയിട്ട് അവന്റെ ഉള്ളില് വിഷൻസ് വരാനായിട്ട് തുടങ്ങുകയാണ്. അതില് ഈ സിയോള് തന്നെ അവനെ പേ ചെയ്തിട്ട് ഇവരെ ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോ സാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ സിയോൾ ഏർപ്പാടാക്കിയ ഒരാളാണ് ഈ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് ഇപ്പോ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വൂളാകട്ടെ അവിടുത്തെ ഒരു ലോക്കർ തുറന്ന് അങ്ങ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്യുമെന്റ് നോക്കുമ്പോൾ അത് മരിച്ചു പോയിട്ടുള്ള ഹ്വാങ്ങിന്റെയും ജെയുടെയും അച്ഛന്റെ പവർ ഓഫ് അറ്റോർണി ആണെന്നും അതില് അച്ഛന്റെ മരണശേഷം ഇനിയുള്ള എല്ലാ സ്വത്തുക്കൾക്കും അവകാശി ജയ് ആണെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതും കൂടി കാണുമ്പോൾ 3 പേർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. കാരണം സിയോള് അവന്റെ അമ്മേനെ കല്യാണം കഴിക്കുകയാണെങ്കിലും സ്വത്തുക്കളെല്ലാം ജയുടെ പേരിലായതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അവളുടെ മരണശേഷമാണ് അവരങ്ങനെ മാരി ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അവന് തന്നെ ആ ഒരു സ്വത്തുക്കളൊക്കെ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നതെന്ന് സാനിനും ടീമിനും ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ജയുടെ ലൈഫ് ഡേഞ്ചറിലാകുന്ന മനസ്സിലാക്കിയിട്ട് അവർ 3 പേരും കൂടി വേഗം തന്നെ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അവന്റെ കുറെ ആൾക്കാർ വന്നിട്ട് ഡോക്ടർ ഹങ്ങിനെയും കൂട്ടരെയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് അവര് കാണുന്നുണ്ട്. അങ്ങനെ സാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് എളുപ്പത്തിൽ തന്നെ അവരെല്ലാരെയും താഴെ ഇടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ സിയോളിന്റെ വലത്ത് കൈയായിട്ടുള്ള ഒരാൾ വരുന്നിട്ട് സാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവന്റെ ബ്ലഡ് വരുമ്പോൾ അവനാണ് അന്നത്തെ ഒരു ദിവസം കാർ എടുത്ത് ഓടിച്ച് മനഃപൂർവ്വം തന്നെ ആ ഒരു കുട്ടീനെ വണ്ടി ഇടിച്ച് ആക്സിഡന്റിലാക്കിയതെന്ന് സാൻ ഇപ്പോൾ അവന്റെ വിഷനിലൂടെ മനസ്സിലാക്കുന്നുണ്ട്.
ഇതേ സമയത്ത് സിയോളാകട്ടെ അവൻ നേരത്തെ തന്നെ വിഷം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോറിന്റെ പൊതി എടുത്തിട്ട് അത് ഫോഴ്സ്ഫുള്ളി തന്നെ ജയ്ക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കുന്ന അതേ ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് സാൻ വന്നിട്ട് അവനടിച്ച് താഴെ ഇടുന്നുണ്ട്. ഇതേ സമയം ഹ്യങ്ങിന്റെ ആ ഒരു ഫ്രോഡ് ആയിട്ടുള്ള ആ ഒരു മന്ത്രവാദിനി വന്നിട്ട് സാനിന്റെ പ്ലാൻ പ്രകാരം തന്നെ പൊസസ്ഡ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് സിയോളിന് നേരെ തിരിഞ്ഞിട്ട് നീ ഇതുപോലെ ഒരുപാട് ജീവിതം നശിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നിന്റെ ഒപ്പം ഇങ്ങനെ ഒരുപാട് ആത്മാക്കളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാവും പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അവൻ ജയുടെ നേരെ തിരിഞ്ഞിട്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്ന സിയോൾ ആകട്ടെ ഞാനല്ല ഇവള് തന്നെയാണ് ഇവളുടെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇവള് കരയണേന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അതിൽ അവളുടെ അച്ഛന് വയ്യാതിരുന്ന ഒരു സമയത്ത് സിയോളാകട്ടെ അയാളെ വളരെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാതെ ജയ ആകട്ടെ അവൻ എപ്പോഴും കഴിക്കാറുള്ള ആ ഒരു റൈസ് പാക്കറ്റിൽ ഇത്തിരി വിഷം കലർത്തിയിട്ട് അവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള സിയോളാകട്ടെ ആ ഒരു വിഷം കലർത്തിയിട്ടുള്ള ഒരു റൈസ് എടുത്ത് നേരെ തന്നെ അവളുടെ അച്ഛന് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ ഒരു അച്ഛൻ മരണപ്പെടുമ്പോൾ താൻ കാരണമാണല്ലോ തന്റെ അച്ഛൻ മരിച്ചത് എന്ന ആ ഒരു കുറ്റബോധം കാരണം അവളുടെ മേത്ത് അച്ഛൻ്റെ ആ ഒരു ആത്മാവ് കൂടിയ പോലെ അവള് അഭിനയിക്കുകയായിരുന്നു. മാത്രമല്ല അന്നത്തെ ആ ഒരു ദിവസം തന്റെ അച്ഛൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്നെ സിയോള് അവളുടെ അമ്മയെ കിസ് ചെയ്യുന്നതായിട്ടും അവള് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് അടച്ചിട്ട ആ ഒരു റൂമിലേക്ക് വളരെ ശക്തിയിൽ ഒരു കാറ്റ് വരുന്നതും അവിടെ വെക്കുന്ന കാൻഡിൽസ് ഒക്കെ മിന്നിയും കെട്ടും പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും നേരം അഭിനയിച്ചുകൊണ്ടിരുന്ന ഹ്യങ്ങിന്റെ ആ ഒരു ഫ്രോഡ് ഫ്രണ്ടിന്റെ മേത്തേക്ക് ശരിക്കും ഇപ്പോൾ അവളുടെ അച്ഛന്റെ ആത്മാവ് കയറിയിട്ട് ഇപ്പോൾ അവന്റെ അച്ഛന്റെ ആത്മാവ് ഇപ്പോൾ ഹൊങ്ങിനെ നോക്കിയിട്ട് അന്ന് ശരിക്കും നീ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ടല്ല ഞാൻ മരിച്ചതെന്നും നീ അത് ചെയ്താലും ഇല്ലെങ്കിലും എന്തായാലും എന്റെ ടൈം അപ്പോഴായിരുന്നുവെന്നും ഇനി നീയാണ് എന്നെ കൊന്നതിന്റെ ആ ഒരു ഗിൽറ്റിന്റെ പേരില് ജീവിതം നശിപ്പിച്ച് കളയരുതെന്നൊക്കെ പറഞ്ഞ് അവനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജയെ നോക്കിയിട്ട് അവളെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം അവർ തമാശയ്ക്ക് ചെയ്യുന്ന ഒരു അഭിനയമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ അമ്മ. ഇതേ സമയത്ത് തന്നെ അവരുടെ അച്ഛന്റെ ആത്മാവ് പിന്നീട് അവരമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് ഇനിയും നമ്മുടെ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ട് അവർക്ക് മാത്രം അറിയാവുന്ന കുറെ ലൈനുകളൊക്കെ പറയുന്ന സമയത്താണ് ഇത് ശരിക്കും അച്ഛന്റെ ആത്മാവ് തന്നെയാണെന്ന് അവർക്ക് ബോധ്യമാകുന്നത്. ഇതേ സമയത്ത് സാൻ ആകട്ടെ എന്തോ ഡൗട്ട് തോന്നിയിട്ട് നേരെ ആ ഒരു ഫ്രോഡിന്റെ അടുത്ത് ചെന്നിട്ട് നീ അഭിനയിച്ചത് മതിയെന്നും നിർത്താനും ആവശ്യപ്പെടുമ്പോൾ ആ ഒരു അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ആ ഒരു ബോഡിയുടെ ഉള്ളിൽ ഇടുന്നിട്ട് സാനിനെ നോക്കിയിട്ട് നീ ശരിക്കും ഈ ഒരു ലോകത്ത് ഉള്ളവനല്ലെന്നും നീ മരിച്ച് ഇവിടെ തന്നെ വീണ്ടും ജീവിക്കുന്നവനാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല നീ ആ ഒരു സ്ത്രീനെ എത്രയും പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛന്റെ ആത്മാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിന് പിന്നാലെ താനിപ്പോ ശരിക്കും പൊസസ്ഡ് ആയതാണെന്ന് ആ ഒരു ഫ്രോഡിന് മനസ്സിലാകുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് ടേവോനെയും യൂജിനെയും ഒരുമിച്ച് ഇരിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് യൂജിൻ ആകട്ടെ നീ യോനയ്ക്കിട്ട് ഇത്രയും വലിയൊരു പണി കൊടുത്തതുകൊണ്ട് അവൾ എന്തായാലും അടങ്ങിയിരിക്കില്ലെന്ന് അവനോട് പറയുമ്പോൾ അതൊന്നും വലിയ കാര്യമാക്കാതെ ഇരിക്കുന്നുണ്ട് ടേവോ. മാത്രമല്ല ഇത്രയൊക്കെ അവരോട് ചെയ്തിട്ട് നിനക്ക് മതിയായില്ലേന്ന് യൂജിൻ ചോദിക്കുമ്പോൾ താൻ ഇതെല്ലാം ചെയ്യുന്നത് യൂജിന് വേണ്ടിയാണെന്ന് അവൻ പറയുന്നുണ്ട്. മാത്രമല്ല സാനിപ്പോ ഇവിടെ ജീവനോടെ ഉണ്ടെന്നും അവൻ യൂജിനിന്റെ അടുത്ത് പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് അടുത്ത വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. Till then, take care and bye-bye.